KSRTCയും സ്വകാര്യവൽക്കരണത്തിലേക്ക് KSRTCയിലെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് നടത്താൻ സ്വകാര്യ കമ്പനിയെ ചുമതലപ്പെടുത്തി. ആദ്യഘട്ടം 20% പങ്കാളിത്തമാണ് ആന്ധ്രയിലെ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. കൊറിയർ സർവീസിൽ സ്വകാര്യ കമ്പനിക്ക് പങ്കാളിത്തം നൽകിയത് KSRTC അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. 2023 KSRTCയുടെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ആരംഭിച്ചത്. 16 മണിക്കൂറിനകം ഉരുപ്പടികൾ ബസ്സിൽ യഥാസ്ഥാനത്തെത്തിക്കുന്നതാണ് പദ്ധതി. പ്രതിമാസം 60 മുതൽ 70 ലക്ഷം വരെ KSRTCക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന കൊറിയർ സർവീസാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. ആന്ധ്രയിലെ സിങ്ക് സൊല്യൂഷൻ കമ്പനിയാണ് ഇനി മുതൽ 20% പങ്കാളിത്തത്തിന്റെ ഉടമ. തിരുവനന്തപുരം, പൊന്നാനി ഉൾപ്പെടെയുള്ള KSRTC ഡിപ്പോകളിൽ സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. KSRTCയിലെ 110 എംപാനൽ ജീവനക്കാരായിരുന്നു ഉരുപ്പടികൾ കൈകാര്യം ചെയ്തിരുന്നത്. സ്വകാര്യ കമ്പനിക്ക് പങ്കാളിത്തം നൽകിയതോടെ 60% എംപാനൽ ജീവനക്കാർക്ക് ജോലി നഷ്ടമാവും. നിലവിൽ വടക്കൻ ജില്ലകളിൽ കൊറിയർ സർവീസ് താളം തെറ്റിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ജോലിയില്ല എന്ന് പറയുകയും അതല്ലെങ്കിൽ KSRTCക്ക് വരുമാനമില്ല എന്ന് പറയുകയും KSRTCയിൽ നിന്ന് വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റും നമ്മളോടൊക്കെ പറയുന്ന സമയത്താണ് ഒരു വരുമാന മാർഗം സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും KSRTCയും സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഈ മാസം 10 മുതൽ ഭാഗികമായാണ് കൊറിയർ സർവീസ് പ്രവർത്തിച്ചത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ പൂർണ്ണമായോ ഭാഗികമായോ നിലച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണ് കൊറിയർ സർവീസ് താളം തെറ്റിച്ചെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്. പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്ന കാര്യം പരിഗണനയിലില്ലെന്നും കൊറിയർ സർവീസ് കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് KSRTC അധികൃതരുടെ നിലപാട്. ഗതാഗത മന്ത്രിയുടെ വലിയ അവകാശവാദങ്ങൾക്കിടെയാണ് KSRTCക്ക് മെച്ചമുണ്ടായിക്കൊണ്ടിരുന്ന കൊറിയർ സർവീസ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. KSRTCക്ക് ഇതുകൊണ്ട് ലാഭമോ അതോ നഷ്ടമോ? ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.